കാരണം എന്താ വെച്ചാൽ മിനിഞ്ഞാന്ന് രാവിലെ ഞങ്ങൾ RT-PCR എടുത്തിരുന്നു. എനിക്ക് പോസിറ്റീവും അഞ്ജുവിന് നെഗറ്റീവായിട്ട് വന്നത്. നമസ്കാരം എല്ലാവർക്കും. നമ്മളെ ഇപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂര് സിങ്ക് ഹോട്ടൽ, വൈറ്റ് ഫീൽഡിലുള്ള സിങ്ക് ഹോട്ടലിലാണ്. ബ്യൂട്ടിഫുൾ പിക്ചർ ഓൺ ദ വോൾ, ഹാരി പോട്ടർ, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൈഡ് ഒരു 2 ദിവസത്തെ ഞങ്ങൾക്കൊരു ചെറിയ വ്യത്യാസം വന്നു. കാരണം എന്താ വെച്ചാൽ മിനിഞ്ഞാന്ന് രാവിലെ ഞങ്ങൾ RT-PCR എടുത്തിരുന്നു. ഓരോ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. മിനിഞ്ഞാന്ന് എടുത്തപ്പോൾ അതിൽ എനിക്ക് പോസിറ്റീവും അഞ്ജുവിന് നെഗറ്റീവായിട്ട് വന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ ഐസൊലേഷനിലേക്ക് വന്നു. അപ്പോൾ ഐസൊലേഷനിലാണ് ഞങ്ങൾ നിന്നിരുന്നത് സെഞ്ച്വറി ക്ലബിലാണ്. പക്ഷേ നമുക്കവിടെ നിൽക്കണ്ടെന്നുള്ളൊരു ഇതുണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ സിങ്ക് ഹോട്ടലിൽ അവർ ഐസൊലേഷനിലുള്ള ആൾക്കാർ എടുക്കുന്നുള്ള ഇത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സിങ്ക് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് എന്താ പറയുക, അവർ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നു. നമുക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് ഓരോരോ വിഭാഗമായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഹോട്ടലാണ്. നമ്മൾ സാധാരണ ഒരു കോറിഡോറല്ല. ഈ സെക്ഷനിലേക്ക് കിടന്ന 4 റൂംസൊക്കെ അടുപ്പിച്ചുള്ളതാണ്. അങ്ങനെ 2 റൂംസിൻ്റെ ഉണ്ട്, 3 റൂംസിൻ്റെ ഉണ്ട് അവരിൽ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർ അത്രയും നന്നായിട്ടാണ് ഞങ്ങൾ കെയർ ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ ഈവൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഇപ്പോൾ തന്നത് വരെ അവർ പറഞ്ഞു കാശ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ സ്പോൺസറോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഒരു ഇതിൽ പറയുകയാണ്. നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ വന്ന് ഈ യാത്രയിലൊക്കെ പെടുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം വരുന്ന ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണമല്ലോ. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് അത് ഉപകാരമാവുക. അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എന്നിട്ട് വീണ്ടും RT-PCR ചെയ്തു. ഞങ്ങൾ 2 പേരും ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും നെഗറ്റീവാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ യാത്ര തുടരുകയാണ്. നേരെ kurnool എന്നുള്ള സ്ഥലത്ത് ആണ് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നാളെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നും വെച്ച് പറഞ്ഞിട്ടില്ല, നോക്ക്, ഒന്നും വെച്ചിട്ടില്ലല്ലോ താഴെ അല്ലേ? Thank you. First class service. Just see her face wherever I look. She's standing in the crowd. So let go. I don't want to, but I'm gonna try. നമ്മുടെ ഈ ഹോട്ടൽ സിങ്കിലാണ് ഞങ്ങളിവിടെ നിന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല സർവീസാണ് കിട്ടിയത്. 2 ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ശരിക്കൊരു കൺഫ്യൂഷനായിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഉപദേശിക്കുന്നത് എന്താ പറയുക, നമ്മളുടെ അടുത്ത് ഇനി ഫോർവേഡ് പോകണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ചെല്ലൂ എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയണത്. യാതൊരു സംശയമില്ല, നമ്മളോടുള്ള ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ പറയണത്. പക്ഷേ വി വോണ്ടഡ് ടു ഗോ ഫോർവേഡ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് വി വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വി കംപ്ലീറ്റ് ദ ജേർണി. അതൊരു മിഷൻ പോലെ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോണത്. പക്ഷേ ഞങ്ങൾ ചെറിയ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമ്മൾ മീറ്റപ്പ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഇനി ട്രിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഏത് ഹോട്ടലിലാണോ സ്റ്റേ ചെയ്യണത് ആ ഹോട്ടലിലുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഇടയിലുള്ള നമ്മൾ ആൾക്കാരെ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ചെയ്യണില്ല. ബിക്കോസ് അത് അവരോട് ചെയ്യുന്നതും ജസ്റ്റിസ് അല്ല, ഞങ്ങളുടെ ട്രിപ്പിനും ബുദ്ധിമുട്ടാവും. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷീണില്ല എന്ന് അത് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ പോകുന്നത് കുർണൂൽ എന്നുള്ള സ്ഥലമാണ്, ഹൈദരാബാദ് എത്തണേക്കാൾ മുമ്പ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു സാഗർ ഗ്രാൻഡ് ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇപ്പോൾ സമയം ഒരു 2:23. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 7 ആകുമ്പോഴേക്കെങ്കിലും അവിടെ എത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്കോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവിടെ എത്തുന്നു പ്രതീക്ഷിക്കുന്നു. ഈവൻ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നാളെ ഞങ്ങൾ ഡയറക്റ്റ് നാഗ്പൂറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇനി ഉള്ള പ്ലാൻ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തമില്ലാത്തൊരു ദിവസമായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഇതുണ്ട് ചെയ്യാൻ, ഓഫ് കോഴ്സ് ഐസൊലേഷൻ തന്നെ ഇരിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന തന്നെ ഒരു മനസ്സിലൊരു നിശ്ചയം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളെ ഉപദേശിച്ചു, വേണ്ട ഇപ്പം നല്ലൊരു ഇതല്ല എന്നുള്ളത് പറഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ രണ്ടും ഞങ്ങൾക്ക് ഒന്ന് തീരുമാനിക്കാൻ 2 ഭാഗവും ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ കൂടുതൽ കോൺടാക്ട്സ് ഒഴിവാക്കിയാൽ ഞങ്ങൾ സേഫായിരിക്കും, ബാക്കിയുള്ളവരും സേഫ് ആവും എന്നുള്ള ഇതിൽ ഞങ്ങൾ വേറെ മീറ്റപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള യാത്രയാണ് ഇനി മുതൽ. നമ്മൾ വേറൊരു നാട്ടിൽ പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വന്ന് ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പെടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് അവർ തന്നത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ഓഫ് സിംഗ് ഹോട്ടൽ വൈറ്റ്ഫീൽഡ് ബാംഗ്ലൂർ. അവർ നമുക്ക് സ്പോൺസറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഹൈവേ ആണ്. നല്ല റോഡ്സാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ക്ലീൻ റോഡ്സ് ആയിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മഴയുള്ള റോഡ്സ് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. കോലാർ 24 കിലോമീറ്റേഴ്സ് ഞങ്ങളിപ്പോൾ ആ ഒരു ഭാഗത്താണുള്ളത്. നല്ല റോഡ്സാണ് കേട്ടോ. ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങളിത് എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കപ്പിൾസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്കത് സഹായം എന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതലും 6 ലൈനാണ്, ഇടയിലൊന്ന് 4 ലൈനായി മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വൈഫിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതുപോലെ കുറേ നേരം ഇതുപോലെ ബൈക്കിലിരിക്കുമ്പോൾ നടുവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേന്ന്. ആദ്യം ഞങ്ങൾ പോകുമ്പോൾ വൈഫിനൊരു ബാഗ് ഉണ്ടായിരുന്നു, എനിക്കൊരു ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഷോൾഡർ ബാഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബാഗാണ്. അതിനുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൂടി വെക്കുമായിരുന്നു. വൈഫിന് നമ്മൾ സാധാരണ ഡെക്കാത്ലോണിലൊരു ബാഗാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിൽ ബാക്ക് ബോക്സ് ഉള്ളത് കാരണം, ടോപ്പ് ബോക്സ് ഉണ്ട് നമുക്ക്, ഒരു ഷാഡ് എന്നുള്ളൊരു കമ്പനിയുടെ 48 ലിറ്റേഴ്സിൻ്റെ വലുതാണ്. പക്ഷേ അതിലധികം വെയിറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ വണ്ടിയുള്ള ഒരുപാട് പേര് നമുക്ക് ഇതുപോലെ അഡ്വൈസുകളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എനിക്ക് ഈ വണ്ടി അധികം എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ അവരാണ് ഇതൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു തമിഴ് ഗ്രൂപ്പുണ്ട്, ഒരു മലയാളം ഗ്രൂപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അവർ ഉപദേശിച്ച കാര്യമാണ് നമ്മൾ അധികം വെയിറ്റ് വെക്കാൻ പാടില്ല എന്ന്. അത് കാരണം തന്നെ വൈഫിൻ്റെ ആ ബാഗ് നമുക്ക് എവിടെ വെക്കാൻ സ്ഥലമില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ബാഗ് രണ്ടും കൽപ്പിച്ചിട്ട് നമ്മുടെ റൈനോക്സിൻ്റെ സാഡിൽ ബാഗ്സിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കയറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ ബാക്ക് റെസ്റ്റ് ഉണ്ട്, നമ്മുടെ ഷാഡ് എന്നുള്ള കമ്പനിയുടെ ബോക്സിന് ബാക്ക് റെസ്റ്റ് ഉണ്ട്. പക്ഷേ ആൾക്ക് ആ ബാഗ് ഉള്ളത്, ഷോൾഡർ ബാഗ് ഉള്ളത് കാരണം ആൾക്ക് ചാരിക്കാൻ പറ്റില്ല. ഇപ്പം എന്നിട്ട് ആൾ ബാക്കിൽ ബാഗ് ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യേണ്ട ആൾ. പിന്നെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഒരു നടുവേദന അല്ലെങ്കിൽ ഒരു ബട്ട് പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ കാലിൽ നീര് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ നേരം കാല് താഴത്തേക്ക് ഇട്ടിരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നീരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാം. എല്ലാവരും സജസ്റ്റ് ചെയ്യണത് ഒരു 150 to 200 കിലോമീറ്റേഴ്സിൽ ഒരു റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണം എന്താ വെച്ചാൽ
നമ്മുടെ ഈ ഒരു ബൈക്കാണ്, അല്ലെങ്കിൽ വേണ്ട ഏത് ബൈക്കാണെന്ന് വെച്ചാലും അതിൻ്റെ ഒരു റേഞ്ച് നോക്കുക നമുക്ക്. നമ്മുടെ മൈലേജ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബൈക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ എന്ന് പറഞ്ഞാൽ 400 ആണ് ഇതിൻ്റെ മൈലേജ് റേഞ്ച് ഏകദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സ് ആണ് പെർ ലിറ്റർ കിട്ടുക. ഓൾമോസ്റ്റ് 20 ലിറ്റേഴ്സ് ഇതിൽ കൊള്ളും. അപ്പോൾ നമുക്ക് മൊത്തം വരുന്നത് 400. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 150 to 200 കിലോമീറ്റേഴ്സ് അങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഓരോ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഉള്ളൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് അങ്ങോട്ട് പെട്രോൾ അടിക്കും. അപ്പോൾ ഓൾവേസ് എൻ്റെ ഈ ഒരു സമയമാകുമ്പോൾ പകുതി ആകുമ്പോഴേക്കും ഞാൻ ഫില്ല് ചെയ്യുകയും ചെയ്യും. പ്ലസ് എനിക്ക് അവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും പറ്റും. അവിടുന്ന് പെട്രോൾ അടിക്കുന്നതുകൊണ്ട് അവർ വിരോധം പറയില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് പോവുക. മാത്രമല്ല ഒന്ന് എയർ ചെക്ക് ചെയ്യുക, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. കപ്പിൾസായിട്ട് പോകുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ആൺകുട്ടികൾ മാത്രം പോകുമ്പോൾ അത്രയും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. സ്ത്രീകളെ കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഹോട്ടൽസിൽ കയറാൻ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ സേഫ്റ്റി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് ബാത്റൂമിലൊക്കെ പോവുക. നമ്മുടെ സാനിറ്റൈസർ സ്പ്രേ ഉണ്ട്. നമ്മുടെ ഇത് ബാത്റൂംസൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ നോബ്സ്, ഡോർ നോബ്, അതുപോലെ ടോയ്ലറ്റ് സീറ്റ്, അതൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ കവേഴ്സ് ഉണ്ട്. സാനിറ്റൈസർ സ്പ്രേ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലാണ് ഒന്നുകൂടി സേഫ്റ്റി ഉണ്ടാവുക. അതിപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഹോട്ടൽസിൽ എപ്പോഴും എല്ലാവരും വെൽക്കം ചെയ്തു എന്ന് വരില്ല. പക്ഷേ പെട്രോൾ പമ്പിൽ എന്തായാലും ഇറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ. മാത്രമല്ല ചില ഇതിൽ നമുക്ക് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. ഹോട്ടൽസ് ഉള്ളതാണെന്ന് ചെയ്യാം, അതൊരു ഓപ്ഷനാണ്. I'm so sick of waiting and getting too restless to be in this dusty town. I've heard of this place where people forget and you get another try. So come open up my door. I don't wanna be here and let the world pass me by. I won't see your face wherever I look. I'm blinded by the light. I don't want to, but I'm gonna try. When she left me, yeah, died a little bit inside. You know, maybe things are gonna be alright. 'Cause I just wanna see the light. Yeah, I just wanna see the light.